സംസ്ഥാനത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നവകേരളം മാലിന്യമുക്തം ക്യാമ്പയിൻ പാളി. 2ാം വർഷത്തിലെത്തുമ്പോഴും ലക്ഷ്യസ്ഥാനത്തെത്താനാകാതെ പകുതി വഴിയിലാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലെ പരാജയമാണ് കോടികൾ മുടക്കിയിട്ടും ക്യാമ്പയിൻ ലക്ഷ്യത്തിലെത്താത്തതെന്നാണ് പരാതി. സംസ്ഥാനത്ത് സർക്കാർ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ 2ാം വർഷത്തിലെത്തുമ്പോഴും ലക്ഷ്യം കാണുന്നില്ല. ക്യാമ്പയിന്റെ പ്രധാന അജണ്ടയായ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന നിരോധിത പ്ലാസ്റ്റിക് പോലും നിർത്തലാക്കാൻ സർക്കാരിനായില്ല. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ ഉൾപ്പെടെ 11 ഇനം പ്ലാസ്റ്റിക് വസ്തുക്കൾ സംസ്ഥാനത്ത് നിരോധിച്ചിട്ട് വർഷങ്ങളായെങ്കിലും വ്യാപാര മേഖലകളിൽ പ്ലാസ്റ്റിക് ഇപ്പോഴും സജീവമാണ്. പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കേണ്ടത് കളക്ടർമാരും സബ് കളക്ടർമാരും ഉൾപ്പെടെ തദ്ദേശ ആരോഗ്യ വകുപ്പുകളിലെയും മലിനീകരണ നിയന്ത്രണ ബോർഡുകളിലെയും ഉദ്യോഗസ്ഥരാണ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവർക്ക് ആദ്യം പിഴ ഈടാക്കാൻ നടപടികളാണ് സർക്കാർ കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളെയും രൂപീകരിച്ചു. എന്നാൽ ഇതിന്റെ ഉപയോഗം തടയുന്നതിലും ഇവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിലും സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇത് കാരണം ക്യാമ്പയിൻ 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും കരിഞ്ചന്തയിൽ സജീവമാണ്. അതേസമയം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ മോട്ടോർ വാഹന വകുപ്പുമായും പോലീസ് വകുപ്പുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലും പരിശോധന ശക്തമാക്കുന്നതിലും പരാജയപ്പെട്ടു എന്നാണ് ആക്ഷേപം. പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും പരാജയമാണ്. ജനം, തിരുവനന്തപുരം.